ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 8ാമത്തെ ഹദീത്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹദീത്ത് പാഠത്തിലെ നമസ്കാരം ഉപേക്ഷിക്കലാണ് വിഷയം. അൻ ജാബിർ റളിയല്ലാഹു അൻഹു യഖൂലു സമിഅതു റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തറക്കസ്സലാ. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിൻ്റെയും ശിർക്കിൻ്റെയും കുഫറിൻ്റെയും ഇടക്കുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാകുന്നു. നമസ്കാരം ഒരു മുസ്ലിമിനെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്ന പ്രധാന ഘടകമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. അൻ അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ അൻ അബീഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ മൻ തറക ഫഖദ് കഫറ. ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാമും അവരും തമ്മിലുള്ള കരാർ നമസ്കാരമാകുന്നു. അതാരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി. അബ്ദുല്ലാഹി ഇബ്നു ശഖീഖുൽ ഉഖൈലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൗന ശൈഅൻ മിനൽ അഅ്മാൽ തർക്കുഹു കുഫ്റുൻ ഗൈറുസ്സലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമസ്കാരം ഒഴിച്ചുള്ള ഏത് കർമ്മം ഒരാൾ ഉപേക്ഷിച്ചാലും അയാളെ കാഫിർ എന്ന് പറയാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് കുഫറായി കണ്ടിരുന്നത് നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചായിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ലാ പറഞ്ഞു, മൻ തറക സ്വലഹ ഹബിത അമലുഹു വലം യുഖ്ബലു സിയാമുഹു. ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ്റെ അമൽ പ്രവർത്തനം പൊളിഞ്ഞു പോകും, അവൻ്റെ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ പറഞ്ഞു, നിസ്കരിക്കാത്ത ഒരാൾ നോമ്പെടുത്താൽ അവൻ്റെ നോമ്പ് പരലോകത്ത് അല്ലാഹുവിൻ്റെ അടുക്കൽ തള്ളപ്പെട്ടതും സ്വീകരിക്കപ്പെടാത്തതും അവന് ഉപകാരപ്പെടാത്തതുമാകുന്നു. നമ്മൾ അവനോട് പറയുന്നു, നീ നിസ്കരിക്കുക, എന്നിട്ട് നോമ്പെടുക്കുക. നിസ്കരിക്കാതെ നീ നോമ്പെടുത്താൽ നിൻ്റെ നോമ്പ് നിന്നിലേക്ക് തന്നെ തള്ളപ്പെടുന്നതാകുന്നു. കാരണം ഒരു കാഫിറിൽ നിന്നും ആരാധനകൾ സ്വീകരിക്കപ്പെടുന്നതല്ല. ഫിഖ്ഹുൽ ഇബാദ എന്ന പുസ്തകത്തിലാണ് ഇത് പറഞ്ഞത്. ഇത്തരം ആളുകൾ നോമ്പനുഷ്ഠിക്കേണ്ടതില്ല എന്നല്ല പറയുന്നത്, മറിച്ച് പശ്ചാത്തപിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും തുടർന്ന് ജീവിതത്തിൽ 5 നേരത്തെ നിർബന്ധ നമസ്കാരവും നിലനിർത്തുകയും ചെയ്യുക. 5 നേരത്തെ നമസ്കാരം ഒഴിവാക്കുന്നത് കാഫിറായി പോകുന്ന കാര്യമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ധാരാളം പേർ 5 നേരത്തെ നിർബന്ധ നമസ്കാരം നിർവഹിക്കാതെ ജീവിക്കുന്നതായി കാണാം. ഇവർ റമദാനിലെ നോമ്പ് കൃത്യമായി നിർവഹിക്കും. ഇവിടെ നോമ്പിൻ്റെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുകയില്ല. കാരണം നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ലെന്നും അവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണെന്നുമാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്: 1. നമസ്കാരം വിശ്വാസത്തിൻ്റെ മാനദണ്ഡമാണ്. 2. നമസ്കാരം ഉപേക്ഷിക്കൽ കുഫറിലേക്കുള്ള വഴിയാണ്. 3. നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് ഏറ്റവും വലിയ പാപമാണ്. 4. നമസ്കാരത്തിലൂടെ അള്ളാഹുവുമായുള്ള ബന്ധം നന്നാക്കാൻ സാധിക്കും. 5. നമസ്കാരത്തിലൂടെ വിശ്വാസിക്ക് സംരക്ഷണം ലഭിക്കും. 6. നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്കുള്ള കർശനമായ താക്കീതാണ് ഈ ഹദീത്ത്. അതുകൊണ്ട് തന്നെ നമസ്കാരം ഉപേക്ഷിക്കുന്നവരെ താക്കീത് ചെയ്യാനും അവരെ തിരിച്ചു കൊണ്ടുവരുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് നാളെ പരലോകത്ത് ഒന്നാമത് വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പരാജയം സംഭവിച്ചാൽ അവരുടെ പരലോകം മൊത്തം പരാജയത്തിലാകും. അല്ലാഹു തആല നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സന്താന പരമ്പരയെയും നമസ്കാരത്തിൽ നിലനിർത്താൻ അല്ലാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടായിത്തീരുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.